ഹായ് എവരി വൺ. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ 9ാമത്തെ ക്ലാസ്സാണിന്ന്. മാർക്കറ്റ് സ്ട്രക്ചർ എന്ന 3ാമത്തെ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ക്ലാസ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മാർക്കറ്റ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്, അതേപോലെ തന്നെ പ്രൈസ് മെക്കാനിസം, ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ the market classified into different types. അത് നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ്, ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് എഫക്റ്റ് ഓൺ ടൈം അപ്പോൺ സപ്ലൈ. സപ്ലൈയിൽ അല്ലേ, നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സപ്ലൈയിൽ ടൈം ഏതൊക്കെ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾക്കറിയാം ടൈം ഹാസ് എ ട്രെമൻഡസ് ഇൻഫ്ലുവൻസ് അപ്പോൺ ദി ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ്. പ്രൈസ്, ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ വളരെ നല്ല രീതിയിൽ, അതായത് ട്രെമൻഡസ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ത്, ടൈം എന്ന് പറയുന്നത്. ദ സപ്ലൈ ഡു നോട്ട് ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ചേഞ്ച് ഇൻ ഡിമാൻഡ്. സപ്ലൈ എപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഡിമാൻഡിനനുസൃതമായിട്ട് സപ്ലൈ ചേഞ്ച് ചെയ്യുന്നില്ല. ഇറ്റ് ടേക്സ് സം ടൈം ടു ഗെറ്റ് ദ സപ്ലൈ അഡ്ജസ്റ്റ് ടു അക്കോർഡിംഗ് ടു ചേഞ്ച് ഇൻ ഡിമാൻഡ്. ദിസ് ഇസ് ഡ്യൂ ടു ദ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്ഷൻ. ഡിമാൻഡിനനുസൃതമായിട്ട് സപ്ലൈ മാറുന്നത് കുറച്ച് അധികം സമയം എടുത്തിട്ടാണ്. നമ്മൾക്കറിയാം ഒരു സപ്ലൈ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ ടെക്നിക്കൽ ആസ്പെക്റ്റിലുണ്ടാവുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനിലെ ടെക്നിക്കൽ ചേഞ്ചിന് അനുസരിച്ച് മാത്രമായിരിക്കും ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്നത്, അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡിനനുസൃതമായിട്ട് കൂടുന്നത്. ഓക്കെ, ദ എലമെൻറ്റ് ഓഫ് ടൈം ഹാസ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് ദ സപ്ലൈ. സപ്ലൈയിൽ എലമെൻറ്റ് ഓഫ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വലിയ രീതിയിൽ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദ എലമെൻറ്റ് ഓഫ് ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡിറ്റർമിനേഷൻ ഓഫ്, ഒരു കമോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിൽ ടൈം എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് പീക്ക് ടൈം ആണെങ്കിൽ ആ ഒരു കമോഡിറ്റിക്ക് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാലും ആളുകൾ എന്ത് ചെയ്യും, വാങ്ങിക്കും. അതുകൊണ്ടാണ് ടൈം ഡിഫറെൻറ്റ് തരത്തിൽ എഫക്റ്റ് ചെയ്യാം. ഡിമാൻഡ് കുറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ കുറയ്ക്കും. അങ്ങനെ ടൈം ഒരു വിവിധ തരത്തിൽ തന്നെയുണ്ട്. മാർഷൽ കൺവിൻസ്ഡ് 4 ടൈം പീരീഡ്സ്. മാർഷൽ പറയുന്നത് 4 ടൈപ്പ് ഓഫ് ടൈം പീരീഡ്സ് ഉണ്ടെന്നാണ്. അതിൽ ഫസ്റ്റ് വണ് മാർക്കറ്റ് പീരീഡ്. മാർക്കറ്റ് പീരീഡ് is also known as very short period. This may be a day or a few days. This period is so short that supply will be limited to the existing stock. Since the supply is more or less fixed, demand alone determines the price. മാർക്കറ്റ് പീരീഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ദിവസമാവും, അല്ലെങ്കിൽ കുറഞ്ഞ ദിവസമായിരിക്കാം. ഇതെന്താണ്, വെരി ഷോർട്ട് പീരീഡാണ്. ഈ ഷോർട്ട് പീരീഡിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്നത്, അല്ലേ? എപ്പോഴും സപ്ലൈ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോക്കിൽ വെച്ച് ഉണ്ടായിരിക്കും. പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു ഡിമാൻഡിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, സാധിക്കണമെന്നില്ല. സിൻസ് ദ സപ്ലൈ ഈസ് മോർ ഓർ ലെസ്, സപ്ലൈ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എക്സിസ്റ്റിംഗ് ഡിമാൻഡ് എന്ത് ചെയ്യുക, എക്സിസ്റ്റിംഗ് ഡിമാൻഡാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ദ സപ്ലൈ കർവ് ഇൻ ദ മാർക്കറ്റ് പീരീഡ് ഈസ് വെർട്ടിക്കൽ സ്ട്രൈറ്റ് ലൈൻ. സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും, വെർട്ടിക്കലായിട്ട് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും എന്ത്, സപ്ലൈ കർവ് മാർക്കറ്റ് പീരീഡിൽ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ സപ്ലൈ റിമെയിൻസ് ഫിക്സ്ഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ എത്ര ചേഞ്ച് വന്നു കഴിഞ്ഞാലും സപ്ലൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എവിടെ, മാർക്കറ്റ് പീരീഡിൽ. ഓക്കെ, the cost of the perishable goods like മാർക്കറ്റ് പീരീഡിൽ കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ വെരി ഷോർട്ട് പീരീഡിൽ കൂടുതലായിട്ടും വരുന്നത് ഫിഷ്, അതേപോലെ തന്നെ എഗ്ഗ്, ഫ്രൂട്ട്സ്,
ഇത്രയും കാര്യങ്ങളായിരിക്കും വരുന്നത്. അത് പെരിഷബിൾ ഗുഡ്സ് ആയിരിക്കും മാർക്കറ്റ് പീരീഡിൽ വരുന്നത്, ദ കോസ്റ്റ് ഓഫ് ദ പെരിഷബിൾ ഗുഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ഷോർട്ട് പീരീഡ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് പീരീഡ് ഇസ് ആൾസോ നോൺ ആസ് very short period. Second one, short period. Short period is a period during which the supply of commodity can be changed without changing the existing plant and machinery. Short period is a period during which the supply of commodity can be changed without changing existing plant and machinery. Existing plant മെഷീനറിയും വെച്ചുകൊണ്ട് തന്നെ നമ്മളെ സപ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് നോട്ട് ടൈം ടു ചേഞ്ച് എ സ്കെയിൽ ഓഫ് പ്ലാന്റ്. അതായത് നമ്മുടെ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റും മെഷീനറിയും ഒന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ സപ്ലൈ കൂടും ഡിമാൻഡിനനുസൃതമായിട്ട്. ഇതാണ് ഷോർട്ട് പീരീഡ്. ദ സപ്ലൈ കർവ് വുഡ് ബി മൂവിങ് അപ്വേർഡ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റിലേക്ക്, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് സപ്ലൈ കർവ് ഷോർട്ട് പീരീഡിൽ മൂവ് ചെയ്യുക. ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ ഷോർട്ട് പീരീഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ സപ്ലൈ ടു എ സെർട്ടൈൻ എക്സ്റ്റെൻറ്റ് ആൻഡ് ദ ഡിമാൻഡ്. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഷോർട്ട് പീരീഡിൽ ഒരു സപ്ലൈ ആണ്, സെർട്ടൈൻ എക്സ്റ്റെൻറ്റിലും സപ്ലൈ ആണ്, എത്രത്തോളം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസൃതമായിരിക്കും. അതുപോലെ തന്നെ ഡിമാൻഡും. അപ്പോൾ സപ്ലൈയും ഡിമാൻഡാണ് ഇവിടെ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻ ദ ഷോർട്ട് പീരീഡ് ദ കമ്മോഡിറ്റി ആർ ഡ്യൂറബിൾ ഓർ റീപ്രൊഡ്യൂസബിൾ. ഇവിടെ ഉണ്ടാകുന്ന ഗുഡ്സ് എന്ന് പറയുന്നത് ഡ്യൂറബിൾ ആയിരിക്കും അല്ലെങ്കിൽ റീപ്രൊഡ്യൂസബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആയിരിക്കും. ദ പ്രൈസ് ദാറ്റ് ഡിറ്റർമൈൻ ദ ഷോർട്ട് പീരീഡ് ഈസ് നോൺ ആസ് ഷോർട്ട് റൺ നോർമൽ പ്രൈസ്. ഷോർട്ട് പീരീഡിൽ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് ഷോർട്ട് റൺ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഷോർട്ട് പീരീഡിൽ ഇറ്റ് ഹാസ് നോ ടൈം ടു ചേഞ്ച് ദ സ്കെയിൽ ഓഫ് പ്ലാൻ. ഓൺലി വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ക്യാൻ ബി ചേഞ്ച്ഡ്. വേരിയബിൾ പ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്ലാന്റും മെഷീനറിയും ഒന്നും ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മോഡിറ്റിയുടെ സപ്ലൈയിൽ നമ്മൾ മാറ്റം വരുത്തുന്നത്. അവിടെ എന്താണ് മാറ്റം വരുന്നത്? വേരിയബിൾ പ്രൊഡക്ഷനിൽ. ഫിക്സഡ് പ്രൊഡക്ഷൻ ഫാക്ടേഴ്സൊക്കെ അവിടെ തന്നെ ഉണ്ട്. വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് ക്യാൻ ബി ചേഞ്ച് ടു ബ്രിങ് അബൌട്ട് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലോങ് പീരീഡ്. ഫസ്റ്റ് പഠിച്ചത് നമ്മൾ മാർക്കറ്റ് പീരീഡ്, വെരി ഷോർട്ട് പീരീഡ്. ഷോർട്ട് പീരീഡ് രണ്ടാമത് പഠിച്ചു. മൂന്നാമതായിട്ട് പഠിക്കുന്നത് ലോങ് പീരീഡ്. ലോങ് പീരീഡ് ഈസ് എ പീരീഡ് ഡ്യൂറിങ് വിച്ച് സഫിഷ്യൻറ്റ് ടൈം ഈസ് അവൈലബിൾ ടു ചേഞ്ച് ദ ഫിക്സഡ് ആസ് വെൽ ആസ് വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. നമ്മൾ പറഞ്ഞു ഷോർട്ട് പീരീഡിൽ നമ്മൾ വേരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സാണ് ചേഞ്ച് ചെയ്യുന്നത്. ലോങ് പീരീഡിൽ ദർ ആർ സഫിഷ്യൻറ്റ് ടൈം ടു ചേഞ്ച് the fixed as well as variable production factors. ഫിക്സ്ഡ് പ്ലാന്റിലെ മെഷീനറി മാറ്റാനും അതുപോലെ തന്നെ വാരിയബിൾ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് മാറ്റാനൊക്കെ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള സമയമുണ്ട്. ദ സപ്ലൈ ക്യാൻ ഈസിലി ബി അഡ്ജസ്റ്റ് ടു ചേഞ്ച് ഡിമാൻഡ്. ഡിമാൻഡിനനുസൃതമായിട്ട് നമ്മൾക്ക് സപ്ലൈ മാറ്റാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് ലോങ് പീരീഡിൻ്റെ പ്രത്യേകത. The cost of production has decisive role in price determination in long period. Cost of production, ഒരു കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റാണ് ലോങ് പീരീഡിൽ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ദ സപ്ലൈ കർവ് വുഡ് ബി മോർ ഫ്ലാറ്റർ ദാൻ ദ ഷോർട്ട് പീരീഡ്. ഷോർട്ട് പീരീഡിനേക്കാളും ഫ്ലാറ്റർ ആയിരിക്കും എന്ത്, സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ദ പ്രൈസ് ദാറ്റ് ഈസ് ഡിറ്റർമിൻ ഇൻ ദ ലോങ് പീരീഡ് ഈസ് കോൾഡ് ലോങ് റൺ നോർമൽ പ്രൈസ്. ലോങ് പീരീഡിൽ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് ദ ലോങ് റൺ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വെരി ലോങ് പീരീഡ്. വെരി ലോങ് പീരീഡ്. The very long period is or secular period will include all the changes in demand and supply which requires a long period of time. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ആവുന്ന ഡിമാൻഡും സപ്ലൈയും എല്ലാ തരത്തിലുള്ള ചേഞ്ചസിനെയാണ് വെരി ലോങ് പീരീഡ്
എന്ന് പറയുന്നത്. വെരി ലോങ് പീരീഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ചേഞ്ച്. ആ ചേഞ്ച് പോപ്പുലേഷനിലുണ്ടാവുന്ന മാറ്റം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിലുണ്ടാവുന്ന മാറ്റം, ക്യാപിറ്റൽസ് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന മാറ്റം, പ്ലാന്റിലുണ്ടാകുന്ന മാറ്റം, മെഷീനറിയിലുണ്ടാകുന്ന മാറ്റം, എല്ലാത്തിനെയാണ് വെരി ലോങ് പീരീഡിൽ സംഭവിക്കുന്നത്. ഓക്കെ, ആ വെരി ലോങ് പീരീഡിൽ നമ്മൾക്ക് ഡിമാൻഡ് എങ്ങനെയുണ്ടെങ്കിലും സപ്ലൈ കൊണ്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സപ്ലൈ കർവ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇനി നമുക്ക് സപ്ലൈ കർവിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ സപ്ലൈ കർവ്, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സപ്ലൈ കർവ് ഓഫ് എ ഫേം, അതേപോലെ തന്നെ സപ്ലൈ കർവ് ഓഫ് എ ഇൻഡസ്ട്രി അല്ലേ. ഫേമിൻ്റെ ഇൻഡസ്ട്രിയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫേം എന്താണ്, ഇൻഡസ്ട്രി എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇക്വിലിബ്രിയം, ഫേമും അതേപോലെ തന്നെ ഡിമാൻഡ്, സപ്ലൈ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം. The supply curve of a firm shows the quantity of a output that firm will supply at different prices. Different pricesൽ നമ്മൾ വിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിലാണ് ഔട്ട്പുട്ട് നൽകുന്നത് എന്നുള്ളതിനെയാണ് സപ്ലൈ കർവ് ഓഫ് എ ഫേം ഷോ ചെയ്യുന്നത്. The supply curve of a firm can be derived from the principle of profit maximization. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന പ്രിൻസിപ്പിളിൽ നിന്നാണ് സപ്ലൈ കർവ് ഓഫ് എ ഫേം എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്തു വരുന്നത്. ഓക്കെ, ദിസ് മീൻസ് ദാറ്റ് ദ ഫേം വിൽ ഫിക്സ് ഓൺലി ദാറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ വിച്ച് ഗിവ്സ് മാക്സിമം പ്രോഫിറ്റ്. നമ്മൾ ഫേം ഷോർട്ട് റൺ സപ്ലൈ കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കമ്പനി ആ ഒരു കമ്പനിയുടെ കമ്മോഡിറ്റി വിൽക്കുന്നത് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് സപ്ലൈ നിശ്ചയിക്കുന്നത് മാക്സിമം പ്രോഫിറ്റ് എപ്പോഴാണ് ലഭിക്കുന്നത് അതിലായിരിക്കുന്നതാണ്. ഒരു ഫിക്സ് ഔട്ട്പുട്ട്, അവർ ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്നത്, ഔട്ട്പുട്ടിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി അളവ് ഫിക്സ് ചെയ്യുന്നത് അവർക്ക് എപ്പോഴാണോ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ മാത്രമാണ്. ഓക്കെ, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രിയുടെ ഷോർട്ട് റൺ സപ്ലൈ കർവ്. The supply curve of an industry shows the various quantities of the goods offered for a sale by the industry at various prices. ഇൻഡസ്ട്രി വേരിയസ് പ്രൈസസിൽ, അതായത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫേമുകൾ ഉണ്ടായിരിക്കും, അവിടെ ഒരു വേരിയസ് പ്രൈസിൽ ക്വാണ്ടിറ്റി, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓഫർ ചെയ്യുന്നു എന്നുള്ളതാണ് സപ്ലൈ കർവ് ഓഫ് എ ഇൻഡസ്ട്രി ഷോ ചെയ്യുന്നത്. അതായത് വേരിയസ് ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഗുഡ്സ് ഓഫേർഡ് ഫോർ എ സെയിൽ, എത്രത്തോളം ഗുഡ്സ് ഒരു പ്രൈസിന്, ഒരു വേരിയസ് പ്രൈസിന് എത്രത്തോളം ഗുഡ്സ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഷോർട്ട് റണ്ണിൽ നമ്മൾക്ക് ഷോർട്ട് റൺ സപ്ലൈ കർവ് കാണിച്ചു തരുന്നത്. ദ ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ സപ്ലൈ കർവ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഫേംസ്. ഇൻഡിവിജ്വൽ ഫേമുകളുടെ ഷോർട്ട് റൺ സപ്ലൈ കർവുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹൊറിസോണ്ടൽ സമ്മേഷൻ ഓഫ് ഓൾ ദ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഫേംസ് ഓഫ് ദി ഇൻഡസ്ട്രി. ഓക്കെ, ഇറ്റ് അസ്യൂംസ് ദാറ്റ് ദ ഫാക്ടർ ഓഫ് പ്രൈസസ് ആൻഡ് ദ ടെക്നോളജി ആർ ഗിവൺ, ദ നമ്പർ ഓഫ് ഫേംസ് ഈസ് വെരി ലാർജ്. ഇത് നമ്മൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കർവ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമ്പനികളുണ്ട് എന്നുള്ളതാണ്. ദ നമ്പർ ഓഫ് ഫേംസ് ഈസ് വെരി ലാർജ്. അതായത് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ നമ്പർ ഓഫ് ഫേംസ് ഈസ് വെരി ലാർജ്. അതുപോലെ തന്നെ ദ ഫാക്ടർ പ്രൈസസ് ആൻഡ് ടെക്നോളജി ആർ ഗിവൺ. ഓക്കെ,
നെക്സ്റ്റ് ഈസ് ലോങ് റൺ സപ്ലൈ കർവ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മൾക്ക് അടുത്തത് പഠിക്കാനുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ലോങ് റൺ സപ്ലൈ കർവാണ്. ഇതുവരെ പഠിച്ചത് ഷോർട്ട് റൺ ആണ്. ഇനി ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഇൻ ദ ലോങ് റൺ ഫേം പ്രൊഡ്യൂസേഴ്സ് ഓൺലി അറ്റ് മിനിമം ആവറേജ് കോസ്റ്റ്. നമ്മൾക്കറിയാം ലോങ് റണ്ണിൽ ഫേമുകൾ പ്രൊഡ്യൂസ് ചെയ്യുക മിനിമം കോസ്റ്റിലായിരിക്കും, മിനിമം ആവറേജ് കോസ്റ്റ്. ഇൻ ദിസ് സിറ്റുവേഷൻ ലോങ് റൺ മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, ആവറേജ് റവന്യൂ ആൻഡ് ലോർ ആർ ഈക്വൽ. ഈ സിറ്റുവേഷനിൽ, അതായത് ലോങ് റൺ സപ്ലൈ കർവിൽ അല്ലെങ്കിൽ ലോങ് റണ്ണിൽ മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂയും ആവറേജ് റവന്യൂയും ലോങ് റൺ ആവറേജ് കോസ്റ്റ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദ ഫേം ഈസ് എൻജോയിങ് ഓൺലി നോർമൽ പ്രോഫിറ്റ്. ഫേമിന് നമ്മൾക്ക് എന്താ ചെയ്യും? നോർമൽ പ്രോഫിറ്റ് മാത്രമാണ് ലഭിക്കുക. Okay, so that the position of marginal cost will determine the supply curve, which is about minimum average variable cost. The point where minimum average cost is equal to marginal cost is called optimal production. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ഓഫ് എ കമ്പനി. അതായത് മാർജിനൽ കോസ്റ്റും മിനിമം ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും എപ്പോഴാണോ ഈക്വൽ ആവുന്നത് അതാണ് ഒരു കമ്പനിയുടെ ഓപ്റ്റിമൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ലോങ് റൺ സപ്ലൈ കർവ് ഈസ് ഓഫ് എ ഫോം ദാറ്റ് എ പോർഷൻ ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ്. ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം എന്ന് പറയുന്നത് ഒരു പോർഷനാണ് എന്തിൻ്റെ? മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ. ദാറ്റ് ലൈസ് അബവ് ദ മിനിമം പോയിൻ്റ് ഓഫ് ദ ആവറേജ് കോസ്റ്റ് കർവ്. നമുക്ക് ലാസ്റ്റ് പോയിൻ്റ് പഠിക്കാനുള്ളത് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി. ഒരു ഫേമിൻ്റെ പഠിച്ചു. ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ. ഇൻ ദ ലോങ് റൺ ഇൻഡസ്ട്രി സപ്ലൈ കർവ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ സപ്ലൈ കർവ് ഓഫ് എ ഫേം ഇൻ ദ ലോങ് റൺ. ലോങ് റൺ സപ്ലൈ കർവ് ഇൻ ദ ലോങ് റൺ ഈസ് നോട്ട് ലാറ്ററൽ സമ്മേഷൻ ഇൻ ദ ഷോർട്ട് റൺ സപ്ലൈ കർവ്. ഇൻഡസ്ട്രീസ് long run supply curve depends upon the change in the optimum size of firms and change in the number of firms. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ഫേമിൻ്റെ ഇൻഡിവിജ്വൽ ഫേംസിൻ്റെ ലോങ് റൺ സപ്ലൈ കർവ് പിന്നെ എല്ലാത്തിൻ്റെയും ലാറ്ററൽ സമ്മേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ സമ്മേഷനാണ് സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് സൈസ് ഓഫ് ദ ഫോംസും ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഫോംസ് എല്ലാമാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ലോങ് റൺ സപ്ലൈ കർവ് എന്ത് ചെയ്യുന്നത്? വരയ്ക്കുന്നത്. ഇറ്റ് അസ്യൂംസ് ദാറ്റ് സപ്ലൈ കർവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി അതായത് if the price of factor of production do not change when the industry expand its output, the industry is called a constant cost industry. പ്രൈസ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ when the industry expand its output, ഇൻഡസ്ട്രി ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പ്രൈസ് ഫാക്ടറിൽ ചേഞ്ച് വരുന്നില്ലെങ്കിൽ ഇതിനെയാണ് കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ആൻ ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. ഇഫ് ദ പ്രൈസ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഡു നോട്ട് ചേഞ്ച് എന്നാണ്. ഇവിടെ പറയുന്നത് ഇഫ് ദ പ്രൈസ് ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ദ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അതിൻ്റെ ഇൻഡസ്ട്രി അതിൻ്റെ ഔട്ട്പുട്ടിൽ വർധനവ് ഉണ്ടാക്കുമ്പോൾ പ്രൈസ് ഫാക്ടർ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഇൻഡസ്ട്രി ഈസ് സെഡ് ടു ബി ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി. ഇതിനെയാണ് ഇൻക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ലോങ് റൺ സപ്ലൈ കർവ് ആസ് ഓഫ് എ ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി is vice versa of long run supply curve. അതായത്
ഇഫ് ദ പ്രൈസ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഡിക്രീസ് ദ ഇൻഡസ്ട്രി എക്സ്പാൻസ്. ഇൻഡസ്ട്രി എക്സ്പാൻസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്രൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിക്രീസിങ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ദിസ് ഈസ് വെരി അൺയൂഷ്വൽ കേസ്. ഇത് കൂടുതലായിട്ടും സംഭവിക്കാറില്ല. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.